ഗലാത്യ 3:26-27 വാക്യങ്ങൾ വായിക്കാം. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ക്രിസ്തുവിനോടുകൂടെ ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പൊ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പൊ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ എന്തെന്നാ പറയണത്? യഹൂദനെന്നില്ല, യവനനെന്നില്ല, ദാസനെന്നില്ല, സ്വതന്ത്രനെന്നില്ല, ആണും പെണ്ണും എന്നില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. എങ്ങനെ ഒന്നായി? ക്രിസ്തുയേശുവിൽ ആരൊക്കെ ഒന്നായി? യഹൂദനും യവനനും, ഇല്ലെങ്കിൽ പുറജാതികളും യഹൂദന്മാരും ഒന്നായി. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ പരിച്ഛേദന എന്നുള്ള കാര്യം ഇനിയില്ല. പരിച്ഛേദനയല്ല, അഗ്രചർമ്മമല്ല, പുതിയ സൃഷ്ടി എത്ര കാര്യം എന്ന് പറയുമ്പോൾ ഇതാണ് പുതിയ സൃഷ്ടി. അത് യഹൂദനെന്നില്ല, യവനെന്നില്ല, ആണും പെണ്ണും എന്നല്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, എല്ലാവരും നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ഇപ്പോൾ ഒന്നാണ്. ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാണ്. അപ്പൊ വാസ്തവത്തിൽ ഇന്ന് വാഗ്ദത്ത പ്രകാരം അവകാശി ഇന്ന് പുറമേയുള്ള യഹൂദനാണോ, പുറമേയുള്ള ഇസ്രായേലാണോ, ഭൗതിക ഇസ്രായേലാണോ ഇന്ന് വാഗ്ദത്ത പ്രകാരം അവകാശി? അല്ല. ഇത് എഴുതുന്ന ആ കാലഘട്ടത്തിൽ പോലും ഭൗതിക ഇസ്രായേലിനല്ല, ഭൗതിക യഹൂദനല്ല അവകാശം. ക്രിസ്തു മരിച്ചതിന് ശേഷം ആത്മീയ ഇസ്രായേൽ എന്ന് പറയുന്നത് കർത്താവിന്റെ സഭയാണ്. സുവിശേഷം കേട്ട് വിശ്വസിച്ച് കർത്താവിനോട് ചേരുവാൻ സ്നാനമേറ്റ് പാപങ്ങളെ കഴുകിക്കളഞ്ഞവർ പരിശുദ്ധാത്മാവിനെ ലഭിച്ചവരാണ്. അവരാണെന്ന് പുതിയ സൃഷ്ടി. ആ പുതിയ സൃഷ്ടിയാണെന്ന് ആരുടെ മകൻ? അബ്രഹാമിന്റെ മക്കൾ. വാഗ്ദത്ത പ്രകാരം അവകാശി എന്ന് പറയുന്നത് പുതിയ നിയമ ഇസ്രായേലാണ്, പുതിയ നിയമസഭയാണ്, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ രാജ്യമായ സഭയാണ്. അവന്റെ രാജകീയ പുരോഹിത വർഗം എന്ന് പറയുന്നത് അവരാണ് ആത്മാവിൽ സത്യത്തിൽ ദൈവത്തെ നമസ്കരിക്കുന്ന പരിശുദ്ധാത്മാവുള്ള, ദൈവത്തിന്റെ ആത്മാവും ഉള്ളിലുള്ള ദൈവത്തിന്റെ മന്ദിരമായ രാജകീയ പുരോഹിത വർഗമായ ആത്മാവിൽ സത്യത്തിലും ദൈവത്തെ നമസ്കരിക്കുന്ന ദൈവത്തിന്റെ ജനം അവരാണ്. അപ്പൊ അതുകൊണ്ട് ക്രിസ്തുവിലായിരിക്കുന്നവരാണെന്ന് അബ്രഹാമിന്റെ വാഗ്ദത്ത പ്രകാരമുള്ള സന്തതി എന്ന് വ്യക്തമായിട്ട് അവരെ കാണിച്ചു കൊടുക്കുകയാണ്. കൂടാതെ ഇനി ഭൗതികമായ ഒരു യെരൂശലേമിന് സ്ഥാനമുണ്ടോ? പ്രത്യേകതയുണ്ടോ? ഭൗതിക യെരൂശലേമിന് ഇന്ന് വലിയ പ്രത്യേകത ഉണ്ടോ? യേശു പറഞ്ഞു ഇനി ഭൗതിക യെരൂശലേമിന് യാതൊരു പ്രത്യേകതയില്ല. യോഹന്നാൻ 4:24 പറയണതാണ്, ഇല്ലെങ്കിൽ 20 തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ പറയണതാണ്, സ്ത്രീയെ എൻ്റെ വാക്ക് വിശ്വസിക്കുക, നിങ്ങൾ ഇനി ദൈവത്തെ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലും അല്ല യെരൂശലേമിലും അല്ല എന്നുള്ള നാഴികവരാണ്. കാരണം ഇതിനൊന്നും യാതൊരു പ്രത്യേകതയില്ല. ഇനി യാതൊരു വിധത്തിലും ഇത് ഭൗതികമായ ആലയവുമായിട്ട് യാതൊരു പ്രത്യേകത ഇല്ലെങ്കിൽ യാതൊരു ബന്ധവുമില്ല ആത്മീയ ഇസ്രായേലിന്. ആത്മീയ യഹൂദനെ ഇല്ലെങ്കിൽ ആത്മീയ ഇസ്രായേലിനെ ആത്മീയമായി ദൈവത്തെ ആത്മാവിന്റെ സത്യത്തിൽ നമസ്കരിക്കുന്ന സത്യ നമസ്കാരിക്ക് ഒരു കെട്ടിടവുമായി യാതൊരു ബന്ധവുമില്ല. കാരണം അവർ തന്നെയാണ് ദൈവത്തിന്റെ മന്ദിരം. അവരുടെ ഉള്ളിലാണ് ദൈവം വസിക്കുന്നത്. ഞാൻ അവരിലും അവരെന്നിലും വസിക്കുന്നു. അതാണ് യേശു ഉറപ്പിച്ച് പഠിപ്പിച്ച, പല പാഠങ്ങളിലൂടെ യേശു ഉറപ്പിച്ച് പഠിപ്പിച്ചതാണ്. നിങ്ങൾ എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിൽ വസിക്കും. അതിന് മുന്തിരിവള്ളിയുടെ ഉപമ യേശു പഠിപ്പിച്ചു. യോഹന്നാൻ 15 പല വിധത്തിൽ യേശു പഠിപ്പിക്കുകയാണ്. ഞാൻ അവരിൽ വസിക്കും, നിങ്ങൾ എന്നിൽ വസിക്കും. ഇതെല്ലാം തിരുവെഴുത്തിൽ പണ്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ആ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ വീണ്ടും നമ്മൾ നോക്കുമ്പോൾ ഭൗതികമായ യെരൂശലേമിന് ഇന്നൊരു സ്ഥാനം കൊടുത്തു കഴിയുമ്പോൾ ആളുടെ പക്വത കുറവാണ്. ദൈവത്തിന്റെ വചനത്തിലുള്ള തിരുവെഴുത്തുകളുടെ വെളിച്ചത്തിൽ അവർക്കുള്ള പരിജ്ഞാനക്കുറവാണ്. പരിജ്ഞാനത്തിന്റെ നിറവാണ്. ഇവിടെ എബ്രായലേഖനം സൂചിപ്പിക്കുന്ന 5-ാം അധ്യായത്തിൽ സൂചിപ്പിച്ചത് എന്താണ്? നീതിയുടെ വചനവുമായിട്ട് പരിചയമില്ലാത്തത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? അവർ പിന്നെയും പാല് കുടിക്കാൻ പോകും. നീതിയുടെ വചനത്തിൽ പരിചയമില്ല. യേശു പറഞ്ഞു ഇനി യെരൂശലേമിലല്ല സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിൽ സത്യത്തിൽ നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നിരിക്കുന്നു. ഗലാത്യ 6:16 നമുക്ക് വായിക്കുമ്പോൾ ആരാണ് ഇസ്രായേൽ? ഗലാത്യ 6:16 വായിക്കാം. ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ ഇസ്രായേലിനും സമാധാനവും കരുണയും ഉണ്ടാകട്ടെ. ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ ഇസ്രായേലിനും സമാധാനവും കരുണയും ഉണ്ടാകട്ടെ എന്ന്. അതെന്താണ് ദൈവത്തിന്റെ ഇസ്രായേൽ എന്ന് പറയുന്നത്? ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന. ഇത് ഏത് പ്രമാണം? പഴയ പ്രമാണമാണോ പുതിയ പ്രമാണമാണോ? പുതിയ പ്രമാണം. പഴയ നിയമമല്ല. മോശയ്ക്ക് പണ്ട് കൊടുത്ത പരിച്ഛേദനയും അതും അങ്ങനെയുള്ള ദേവാലയം, ശുശ്രൂഷ, യാഗങ്ങൾ,
അഹരോന്യ പുരോഹിതന്മാർ ഇങ്ങനെ കൊടുത്തേക്കുന്ന നിയമങ്ങളല്ല, ആ പ്രമാണമല്ല, മറിച്ച് ഏത് പ്രമാണമാണ്? ക്രിസ്തു ക്രൂശിൽ പ്രാബല്യത്തിൽ വരുത്തിയ, ക്രൂശിലെ മരണത്തിലൂടെ പ്രാബല്യത്തിൽ വരുത്തിയ പുതിയ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും. അതാണ് ദൈവത്തിൻ്റെ ഇസ്രായേൽ അവിടെ വ്യക്തമായിട്ട്. കാരണം തൊട്ടു മുമ്പിൽ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവർ ആരുടെ മകനാണെന്ന് പറഞ്ഞു? അബ്രഹാമിൻ്റെ മകൻ. അവിടെ യഹൂദനോ യവനെന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും ക്രിസ്തുവിൽ ഒന്നായി തീർന്നിരിക്കുന്നു. വീണ്ടും അതുകൊണ്ട് പഴയതിലേക്ക് പോകുവാൻ ഇച്ഛിക്കുന്നവർ മറ്റൊരു ഉദാഹരണം കൂടി കാണിച്ചു തരികയാണ്. ആരുടെ മക്കളായി തീരുകയാണെന്ന് അറിയാമോ? 2 ഉദാഹരണങ്ങളാണ്. ഒന്ന് സാറ, ഒന്ന് ഹാഗാർ. ഹാഗാർ ദാസിയാണ്, സാറ സൗന്ദര്യമാണ്, അബ്രഹാമിന്റെ ഭാര്യ. ദൈവം പറഞ്ഞത് നിനക്കൊരു മകൻ ഉണ്ടാകുമെന്ന് ദൈവം 25 വർഷം തൊട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇസ്മായിലിനെ കുറിച്ചാണോ അതോ ഇസ്ഹാക്കിനെ കുറിച്ചാണോ? ഇസ്ഹാക്കിനെ കുറിച്ചാണ്. അപ്പൊ ഇസ്ഹാക്ക് ആര് പ്രസവിച്ചാണ്? ഹാഗാർ പ്രസവിച്ചാണോ സാറ പ്രസവിച്ചാണോ? സാറ പ്രസവിച്ചാണ്. അപ്പൊ സാറ പ്രസവിച്ച മകനാണോ അവകാശി, അതോ ഹാഗാർ പ്രസവിച്ച മകനാണോ അവകാശി? സാറ. അപ്പൊ അതിനെ എടുത്തുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഇതിനെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. പുതിയ ഉടമ്പടിയും പഴയ ഉടമ്പടിയും തമ്മിൽ, ഇല്ലെങ്കിൽ പുതിയ നിയമ ക്രിസ്ത്യാനിയും പഴയ നിയമത്തിലുള്ള ആ യഹൂദൻ എന്നുള്ള സ്ഥാനവും തമ്മിൽ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഗലാത്യർ 4-ാം അധ്യായം 21 തൊട്ട് 30 വരെ ഒന്ന് വായിക്കാം. ന്യായപ്രമാണത്തിന് കീഴിലിരിപ്പാൻ ഇച്ഛിക്കുന്നവരെ, നിങ്ങൾ ന്യായപ്രമാണം കേൾക്കുന്നില്ലയോ? എന്നോട് പറയുവിൻ. അബ്രഹാമിന് 2 പുത്രന്മാരുണ്ടായിരുന്നു, ഒരുവൻ ദാസി പ്രസവിച്ചവൻ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകനോ വാഗ്ദത്തത്താലും ജനിച്ചിരിക്കുന്നു. ഇത് സാദൃശ്യമാകുന്നു. ഈ 2 സ്ത്രീകൾ 2 നിയമങ്ങളത്രേ. ഒന്ന് സീനായ് മലയിലുണ്ടായി അടിമകളെ പ്രസവിക്കുന്നു, അത് ആഹാർ. ആഹാർ എന്നത് അറബി ദേശത്ത് സീനായ് മലയെ കുറിക്കുന്നു. അത് ഇപ്പോഴത്തെ യെരുശലേമിനോട് ഒക്കുന്നു. അത് തൻ്റെ മക്കളോടുകൂടെ അടിമയിലല്ലോ ഇരിക്കുന്നത്. മീതെയുള്ള യെരുശലേമോ സ്വതന്ത്രയാവുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. പ്രസവിക്കാത്ത മച്ചിയെ ആനന്ദിക്കുക, നോവ് കിട്ടാത്തവളെ കൊട്ടി ആക്കുക. ഏകാകിനിയുടെ മക്കൾ ഭർത്താവിനുള്ളവളുടെ മക്കളെക്കാൾ അധികം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ സഹോദരന്മാരെ ഇസ്ഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകുന്നു. എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. തിരുവെഴുത്തോ എന്തു പറയുന്നു? ദാസിയെയും മകനെയും പുറത്താക്കി കളക, ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടുകൂടെ അവകാശി ആകയില്ല. ഇങ്ങനെ സഹോദരന്മാരെ, നാം ദാസിയുടെ മക്കളല്ല, സ്വതന്ത്രയുടെ മക്കളത്രേ. അപ്പൊ നാം എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ക്രിസ്ത്യാനികളോടായി പറയണത്. നാം ആരുടെ മക്കളാണ്? സ്വതന്ത്രയുടെ മക്കളാണ്. ദാസിയുടെ മക്കളല്ല, സ്വതന്ത്രയുടെ മക്കളാണ്. ആരാ സ്വതന്ത്ര? സാറ. സാറയുടെ മക്കൾ അതിൽ 28-ാം വാക്യം, നാമോ സഹോദരന്മാരെ ഇസ്ഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാണ്. അപ്പൊ വാഗ്ദത്തത്താൽ ജനിച്ച മക്കൾ ക്രിസ്ത്യാനികളാണ്, പുതിയ സൃഷ്ടിയാണ്. അവർ വീണ്ടും ജനിക്കപ്പെട്ടു, പാപസംബന്ധമായി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. റോമലേഖനം 6-ാം അധ്യായത്തിൽ പറഞ്ഞ പോലെ പാപസംബന്ധമായി ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ് നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ അവിടെ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്രിസ്തു മരിച്ചു, അവനോടൊപ്പം തന്നെ നമ്മൾ മരിച്ചു, അടക്കപ്പെട്ടു. 3-ാം ദിവസം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ പോലെ നാം ജീവന്റെ പുതുക്കത്തിൽ ഇല്ലെങ്കിൽ നടക്കേണ്ടതിന് അവനോടൊപ്പം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പാപസംബന്ധമായി മരിച്ചവരെന്ന് ക്രിസ്തുവിൽ നിന്ന് ദൈവത്തിന് ജീവിക്കുന്നവരാണെന്ന് നിങ്ങളെ തന്നെ എണ്ണം പറയൽ. റോമർ 6-1 മുതൽ 11 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതാണ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കുന്ന ഈ വിഷയം വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കൾ ആരാണ്? ഇന്ന് അബ്രഹാമിന്റെ മക്കൾ എന്ന് പറയുമ്പോഴും വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കൾ എന്ന് പറയുമ്പോഴും സാറയുടെ മകനായ ഇസ്ഹാക്കിനെ പോലെ ജനിച്ചവരാണ് ക്രിസ്ത്യാനികൾ. പഴയ നിയമത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആരെ പോലെ ആകുകയാണെന്ന് പറയുന്നത് പൗലോസ് സൂചിപ്പിക്കുന്നത് ഹാഗാർ ദാസിയാണ്. ഹാഗാറിന്റെ മക്കളെ പോലെ, ഹാഗാറിന്റെ മകനെ പോലെ, ദാസിയുടെ മകനെ പോലെ ആകുകയാണ്. കാര്യം ക്രിസ്തു പുതിയ നിയമം സ്ഥാപിക്കുന്നതിന് മുമ്പ് ആരായിരുന്നു ദൈവത്തിന്റെ ജനം? യഹൂദനായിരുന്നു, അല്ലെങ്കിൽ ഇസ്രായേലായിരുന്നു. അപ്പൊ യഹൂദൻ എന്നുള്ള സ്ഥാനം അവർക്ക് ഏത് സമയം വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? കർത്താവ് മരിക്കുന്നതിന് മുമ്പ് വരെ. മരിച്ചതിന് ശേഷം അവർക്ക് യാതൊരു വിലയുമില്ല എന്ന് കാണിക്കുക. അപ്പൊ അതുകൊണ്ട് ആവശ്യമില്ല, ദൈവം കൊടുക്കാത്ത വില ഇന്ന് നമ്മൾ കൊടുക്കേണ്ട ആവശ്യം. ഇന്ന് വാസ്തവത്തിൽ ദൈവത്തിന് വിലപ്പെട്ടത് എന്താണ്? പുതിയ സൃഷ്ടി. അഗ്രചർമ്മമല്ല, പരിച്ഛേദനയല്ല,
പുതിയ സൃഷ്ടി എന്ന കാര്യം, പുതിയ സൃഷ്ടിയുടെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് കടന്നുകൊണ്ട് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് അവകാശികൾ എന്ന് പറയുന്നത് ആരാണ്? ഇസഹാക്കിനെ പോലെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അതുകൊണ്ട് പൗലോസ് പറയുന്നത് നാമോ സഹോദരന്മാരെ ഇസഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാണ്. ഹാഗാറിന്റെ മക്കളല്ല, സാറയുടെ മക്കളാണ്. വാസ്തവത്തിൽ ആത്മീയമായിട്ട് നമ്മൾ അബ്രഹാമിന്റെ മക്കളാണ്. അതാ കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ജഡപ്രകാരം അന്ന് ജനിച്ചവൻ, ആത്മപ്രകാരം ജനിച്ചവനെ, അല്ലെങ്കിൽ വാഗ്ദത്തത്താൽ ജനിച്ചവനെ ഉപദ്രവിച്ച പോലെ, അതായത് ഇസ്ഹാക്കിനെ ആര് ഉപദ്രവിച്ചു? ഇസ്മായിൽ ഉപദ്രവിച്ചു. അതുപോലെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? പുതിയ സൃഷ്ടിയെ, പുതിയതായി ജനിച്ച ദൈവത്തിന്റെ ജനമാണ് ക്രിസ്ത്യാനി. ആ ക്രിസ്ത്യാനികളെ ആര് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്? പൗലോസ് എഴുതുന്ന കാലഘട്ടത്തിൽ പൗലോസിന്റെ എല്ലാം പുറകെ നടന്ന് ഉപദ്രവിക്കുന്നവരായിരുന്നു യഹൂദജനം, യഹൂദന്മാര്, ശാസ്ത്രിമാര്, പുരോഹിതന്മാർ. അവരൊക്കെ പുറകെ നടന്ന് ഉപദ്രവിക്കുകയാണ്, ക്രിസ്ത്യാനിത്വത്തെ തടസ്സപ്പെടുത്തുകയാണ്. നീ മിണ്ടരുത്, അവന്റെ നാമത്തിൽ ഒന്നും പറയരുത്, തടവിലാക്കുന്നു, അടിക്കുന്നു, കല്ലെറിയുന്നു, പുറകെ നടന്ന് ഉപദ്രവിക്കുന്നു. ഇതാണ് കാണിച്ചു തരുന്നത്. ആരാണ് വാസ്തവത്തിൽ ദൈവത്തിന്റെ ജനം? ആരാണ് ദൈവത്തിന്റെ വാഗ്ദത്ത സന്തതി? ക്രിസ്ത്യാനികൾ, നമ്മളാണ്. അതാ കാണിച്ചിരുന്നത്. കൂടാതെ ദൈവത്തിന്റെ രാജ്യം എന്ന് പറയുമ്പോൾ ഇന്നും ദൈവത്തിന്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ട് ഇപ്പോഴും. ദൈവത്തിന്റെ രാജ്യം വരണമേ, ദൈവത്തിന്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ യോഹന്നാന്റെ സുവിശേഷം 18:36 നമുക്ക് കാണാം കർത്താവിന്റെ രാജ്യം എന്താണ്. യോഹന്നാൻ 18:36 എന്റെ രാജ്യം ഐഹികമല്ല, എന്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എന്റെ സേവകർ പോരാടുമായിരുന്നു. അപ്പൊ എന്റെ രാജ്യം ഐഹികമല്ല യേശു പറഞ്ഞു. അപ്പൊ ഇപ്പോഴും ധാരാളം പേര് പ്രതീക്ഷയോട് കാത്തിരിക്കുകയാണ്. ഭൗതികമായി ഭൂമിയിൽ യെരുശലേമിൽ കർത്താവ് ദാവീദിന്റെ സിംഹാസനത്തിൽ വാഴാൻ വരും. ഭൗതിക ഒരു രാജ്യത്തിന് വേണ്ടി, ഭൗതിക രാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജനം പക്വതയുള്ളവരാണോ? നീതിയുടെ വചനത്തിൽ പരിജ്ഞാനമില്ലാത്തവരാണോ? അതോ പരിചയമുള്ളവരാണോ? പരിചയമില്ല, പക്വതയില്ല. നിങ്ങൾക്ക് ഇപ്പോഴും പാലാണ് ആവശ്യം. കട്ടിയാഹാരം കഴിക്കാൻ പറ്റുന്നില്ല. നീതിയുടെ വചനം പരിചയമില്ല. കർത്താവ് തന്നെ പറഞ്ഞു എന്റെ രാജ്യം ഐഹികമല്ല. കൊലോസ്യർ 1:13 പ്രകാരം പൗലോസ് സ്ഥാപിക്കുകയാണ്, നിങ്ങളെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്ന പിതാവിനെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. അതായത് കർത്താവിന്റെ സഭയിലേക്ക്, രാജ്യത്തിലേക്ക് പ്രവേശിച്ചവർ വീണ്ടും ജനിച്ച്, യേശു പറഞ്ഞ പോലെ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചവരാണ്. പാപങ്ങളെ കഴുകിക്കളയുവാൻ പത്രോസ് പറഞ്ഞ പോലെ നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് ദാനം ലഭിക്കും. അങ്ങനെ അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. 3000 പേര് അവരോട് ചേർന്നു. കർത്താവ് ദിനം പ്രതി രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഈ സഭയോട് ചേർത്തുകൊണ്ടിരുന്നവരെ ആരാണ്? എന്ത് ചെയ്യണമെന്നാണ് പൗലോസ് പറഞ്ഞത്? നിങ്ങളെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച പിതാവിനെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്ന് പറഞ്ഞു. അപ്പൊ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യേണ്ടത് ഇപ്പൊ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. എന്തിനു വേണ്ടി? എന്നെ രാജ്യത്തിൽ, ദൈവമേ നീ എന്നെ രാജ്യത്തിലാക്കി വെച്ചതിന്, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചതിന്, അങ്ങയുടെ പുത്രന്റെ രാജ്യത്തിൽ എന്നെ ആക്കി വെച്ചതിന്. വെക്കുമെന്നല്ല, രാജ്യം വരുമെന്നല്ല പറയണത്, രാജ്യത്തിലാക്കി വെച്ചതിന് നന്ദി പറയാം. അതാണെന്ന് ക്രിസ്ത്യാനി ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടും വീണ്ടും കാത്തിരിക്കുന്നത് എന്താണ്? പക്വതക്കുറവാണ്. നാം വിളിക്കപ്പെട്ടത് പൂർണ്ണത പ്രാപിപ്പാനാണ്. നമ്മൾ ആരംഭിച്ചു, ഒരു വളർച്ചയുടെ കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളർച്ചയിലാണ്. വളർച്ചയിൽ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്? ദൈവത്തിന്റെ വചനം പഠിച്ചു, ദിനം തോറും ദിനം പ്രതി ദൈവത്തിന്റെ വചനം പഠിച്ച് നിശ്ചയം പ്രാപിച്ചു. തിമോഥെയോസിനോട് പറഞ്ഞത്, നീ പഠിച്ച് നിശ്ചയം പ്രാപിച്ചിരിക്കുന്നതിൽ നിലനിൽക്കാനാ പറയണത്. തിമോഥെയോസിനോട് പൗലോസ് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നിശ്ചയം പ്രാപിച്ചിരിക്കുമ്പോൾ നമ്മൾ ഒരു പൂർണ്ണത പ്രാപിക്കാനാണ്, പൂർണ്ണതയിലേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത്. ഏതൊരു കാര്യത്തിനും എന്തുണ്ട്? ആരംഭമുണ്ട്, വളർച്ചയുടെ പടിയുണ്ട്, പൂർണ്ണത പ്രാപിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അതിലേക്കാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എബ്രായ ലേഖനത്തിലേക്ക് 5-ാം അധ്യായത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ, എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 11
നമ്മൾ തിരിച്ചു വരുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയാനുണ്ട്, എങ്കിലും നിങ്ങൾക്ക് കേൾക്കുവാൻ മാന്യമുള്ളവരായി തീർന്നുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമമാണ്. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടകന്മാരായിരിക്കേണ്ട നിങ്ങൾക്ക് തിരുവെഴുത്തുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയാൻ ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. അതുകൊണ്ട് പാല് കുടിക്കുന്നവൻ നീതിയുടെ വചനത്താൽ പരിചയമില്ലാത്തവൻ അത്രേ അവൻ ശിശുവല്ലോ. നീതിയുടെ വചനവുമായിട്ട് ബന്ധപ്പെട്ട് പരിചയമില്ലാത്തവനാണ്. ഉദാഹരണത്തിന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതിന് അതായത് പറയണം, കേൾക്കാൻ മാന്യത, പറഞ്ഞു കൊടുക്കാൻ വിഷമമാണ്. ആർക്കാണ് വിഷമം? ആരെ പഠിപ്പിക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്? ആർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഏറ്റവും ബുദ്ധിമുട്ട്? മാന്യത വരുന്നത് അതുകൊണ്ടാണ്. എന്തുകൊണ്ടാ? വചനം വായിക്കാതെ, വചനത്തിൽ നിന്ന് വായിക്കുകയും പഠിക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ദിനം തോറും ദൈവത്തിന്റെ വചനം എന്ത് ചെയ്യേണ്ടതാണ്? വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. എല്ലാ ദിവസവും ദൈവത്തിന്റെ വചനം വായിക്കുകയും അതിലൂടെ കടന്നു പോവുകയും ചെയ്യുന്ന ഒരു വ്യക്തി നീതിയുടെ വചനവുമായിട്ട് പരിചയം വേണം. അവരെ കാണിച്ചു കൊടുക്കാൻ എളുപ്പമാണ്. അവർ ചിലപ്പോൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കാം, വചനപ്രകാരം ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ അറിയാത്തവരായിരിക്കാം. പക്ഷേ അവരെ തിരിച്ച് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം കാണിച്ചു കൊടുക്കുമ്പോൾ പൗലോസിന് അതാണ് ദൈവം. പൗലോസ് ആദ്യം ദൈവത്തെ തിരുവെഴുത്തുകളെ കുറിച്ച് ഒത്തിരി അറിവുള്ള വ്യക്തിയാണെന്ന്. പക്ഷേ പൗലോസ് ആദ്യം വിചാരിച്ച് ഞാനീ ചെയ്യണം ശരിയാണെന്നാണ്. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുക, ക്രിസ്ത്യാനികളെ തടവിലാക്കുക, അവരെ ഉപദ്രവിക്കുക, ഇതൊക്കെ ചെയ്യാൻ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞപ്പോഴും സന്തോഷമാണ് ഉണ്ടായത്. ഒരു ശത്രു നീങ്ങി, അതാണ് ആഗ്രഹിച്ചത്, അതാണ് ചിന്തിച്ചത്. പക്ഷേ കർത്താവ് വിളിച്ചപ്പോൾ, മനസ്സിലാക്കി കൊടുത്തപ്പോൾ ടിക്ക് 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 എന്ന് പറഞ്ഞിട്ട് എങ്ങോട്ട് വരെ പോയി. മനസ്സിലാക്കിയ ഒരു സത്യം കണക്ട് ചെയ്ത് അറ്റം വരെ പോയി. ഒരു സ്തെഫാനോസിനെ കൊല്ലാൻ ഇടവന്ന പൗലോസ് 10 സ്തെഫാനോസിന്റെ പ്രവൃത്തി ചെയ്യാൻ ദൈവം എടുത്ത് ഉപയോഗിച്ചു. അത്രയും സന്തോഷം ഉണ്ടായിരുന്നു ആ വ്യക്തി. കാരണം താൻ മൂലം ഒരു വ്യക്തി, താൻ മൂലം ഒരു ദൈവദാസൻ മരിച്ചു. അങ്ങനെയെങ്കിൽ അതിൻ്റെയും കൂടി കുറവ് എനിക്ക് തീർക്കണം. അതാണ് പൗലോസിന്റെ നല്ല ഓട്ടത്തിന്റെ ആ ലക്ഷ്യം. അത് നടന്നു. അദ്ദേഹം നല്ല ഓട്ടം ഓടാൻ കാരണമാണ് ഉണ്ടായി. ഇല്ലെങ്കിൽ കൂടുതൽ വേല നടക്കേണ്ട ഒരു സ്ഥാനമായിരുന്നു. അപ്പൊ ക്രിസ്ത്യാനി ദൈവത്തിന്റെ ദാസന്മാരെ ഒന്നും മുടിക്കുമ്പോൾ ദൈവത്തിന്റെ വേലകൾക്ക് അവിടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷെ ആ സ്ഥാനം കൂടി ഏറ്റെടുത്തുകൊണ്ട് ഓടുമ്പോൾ അത് കൂടുതൽ വേല നടക്കാൻ ഇടയാവും. അതുകൊണ്ട് ജനത്തെ ഇപ്പൊ നമുക്ക് സംഭവിക്കുന്നത് എന്താണ്? ഇന്ന് ലോകത്തിൽ എങ്ങനെ രക്ഷ പ്രാപിക്കാം? ചില ആൾക്കാർ, ഒത്തിരി ആൾക്കാർ പഠിപ്പിക്കുന്ന കേട്ടിട്ടുണ്ട്, നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെടുന്നു. ഒരുപാട് ആൾക്കാർ വായിന്ന് കേൾക്കുന്ന ഒരു കാര്യമാണ് രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനമെടുക്കണം. കർത്താവ് സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റു. നമ്മൾ ചിന്തിച്ചു നോക്കണം, എന്താണ് ഈ രക്ഷിക്കപ്പെടുക? പാപങ്ങളെ കഴുകിക്കളയണം. പാപമോചനം ഒരു വ്യക്തിക്ക് ലഭിക്കണമെങ്കിൽ സ്നാനത്തിന് മുമ്പ് പാപമോചനം കിട്ടുമോ? അതിനെ ഉപയോഗിക്കുന്ന വാക്ക് എന്താണ്? ക്രൂശിലെ കള്ളൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ക്രൂശിലെ കള്ളൻ മരിക്കുമ്പോൾ പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നോ? ഇല്ല. അപ്പൊ പുതിയ ഉടമ്പടി പ്രാബല്യത്തിൽ വരുമ്പോൾ ആ പ്രാബല്യത്തിൽ വന്ന പുതിയ ഉടമ്പടി പ്രകാരം ഒരു വ്യക്തിക്ക് പാപമോചനം എങ്ങനെ കിട്ടും? വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അതാണ് ഉയർത്തെഴുന്നേറ്റ് വന്ന യേശു പറഞ്ഞത്. യേശു ക്രൂശിൽ കിടക്കുമ്പോൾ പറഞ്ഞതല്ല അത്. യേശു മരിച്ചു, ഉയർത്തെഴുന്നേറ്റ്. യേശു മരിച്ചിട്ട് ആ കള്ളനോട് എന്താ പറഞ്ഞത്? ഇന്ന് നീ എന്നോടുകൂടി പർദീസയിലിരിക്കും. യേശുവിനോടൊപ്പമായിരുന്നു. പക്ഷെ യേശു വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വന്നതിന് ശേഷം താൻ എന്താണ് ഈ 3.5 വർഷക്കാലം തൻ്റെ അപ്പോസ്തലന്മാരെ ട്രെയിൻ ചെയ്യിപ്പിച്ചത് എന്താണോ ആ ഉപദേശവും കൊണ്ട് അവർ മുമ്പോട്ട് പോകണം. മുമ്പോട്ട് പോകുമ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും, ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നിട്ട് പറയണത് ഭൂലോകത്തൊക്കെയും സകല സൃഷ്ടിയോട് എന്ത് ചെയ്യണം? വിശ്വസം പ്രസംഗിക്കണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പൊ യേശു പറഞ്ഞത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്നാണ്. പക്ഷെ ഇന്ന് പഠിപ്പിക്കപ്പെടുന്നത് പലരും രക്ഷിക്കപ്പെട്ടതിന് ശേഷം നിങ്ങൾക്ക് സ്നാനപ്പെടാം. എന്തൊരു വിരോധാഭാസം! യേശു പറഞ്ഞത് എവിടെ കിടക്കണം? അതിൻ്റെ യാഥാർത്ഥ്യം എവിടെ കിടക്കണം? കാരണം ഒരു വ്യക്തിക്ക് എന്ത് സംഭവിക്കണം? യേശു ക്രിസ്തുവിന്റെ മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ് ഇത് നടക്കണം. അതാണ് സുവിശേഷം. 1 Corinthians 15 പറയണ പോലെ 1 മുതൽ 3 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും.
ദാവീദിന്റെ സന്തതിയായി എന്ത് ചെയ്തു? അതായത് യേശുക്രിസ്തു തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളും പ്രകാരം 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തുവിന്റെ മരണം, അവനോടൊപ്പം നമ്മൾ പാപസംബന്ധമായി പഴയ മനുഷ്യൻ മരിക്കണം. പഴയ മനുഷ്യൻ അവനോടൊപ്പം കുഴിച്ചുവിടപ്പെടണം. പുതിയ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് പുതിയ സൃഷ്ടിയായിട്ട് പുറത്തേക്ക് വരണം. ഇതൊരു അനുസരണമാണ്, ഇതൊരു സംഭവമാണ്. ഇത് ക്രിസ്തുവിന്റെ ജീവിതത്തിൽ, ക്രിസ്തുവിന്റെ മരണത്തിൽ ഉയർത്തെഴുന്നേൽപ്പ് നടന്ന കാര്യം, അതിനോട് നമ്മൾ താതാത്മ്യപ്പെടണം. അവനോടൊപ്പം നമ്മൾ മരിക്കണം, അടക്കപ്പെടണം, ഉയർത്തെഴുന്നേൽക്കണം. അവിടെ മാത്രമേ പാപമോചനം കിട്ടുള്ളൂ. പാപസംബന്ധമായി പഴയ മനുഷ്യനെ കുഴിച്ചു മൂടണം, പുതിയ സൃഷ്ടിയായിട്ട് ഉയർത്തെഴുന്നേൽക്കണം. യേശുവിൻ്റെ ബ്ലഡാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്. അവിടെ യേശു മരണത്തിലാണ്, ക്രൂശിലെ മരണത്തിലാണ് രക്തം ചൊരിഞ്ഞത്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ക്രൂശിൽ അവൻ്റെ മരണവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോഴാണ് പാപമോചനം കിട്ടുന്നത്. അല്ലാതെ സ്നാനം യേശുവിൻ്റെ മരണവും അടക്കം ഉയർത്തെഴുന്നേൽപ്പാണെന്ന് റോമാലേഖനം വ്യക്തമായിട്ട് 6-ാം അധ്യായം പഠിപ്പിക്കുമ്പോൾ, ഇല്ലെങ്കിൽ കൊലോസ്യർ ലേഖനം 2:12 പറയുന്നത്, സ്നാനത്തിൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി അടക്കപ്പെട്ടു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയാൽ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റു. അപ്പോഴല്ലേ ഒരു പുതിയ സൃഷ്ടിയാണത്. പുതിയ സൃഷ്ടിയാകുക എന്നുള്ളത് അവിടെയല്ലേ പാപമോചനം സംഭവിക്കുന്നത്. അവിടെ പഴയ മനുഷ്യന്റെ മരണം അടക്കം, പഴയ മനുഷ്യന്റെ അവസാനം സ്നാനത്തിലാണ്. പുതിയ മനുഷ്യന്റെ ജനനം. അപ്പൊ അതുകൊണ്ട് സ്നാനം എന്ന് പറയുന്നത് ഒരു കല്ലറയാണ്, പഴയ മനുഷ്യനെ അടക്കുന്ന കല്ലറ. അതേപോലെ ഒരു പുതിയ സൃഷ്ടിയുടെ ജനനം സംഭവിക്കുന്ന ഗർഭപാത്രം കൂടിയാണ് സ്നാനം. സ്നാനത്തിൽ 2 കാര്യങ്ങളാണ്. ഒന്ന് മരണം, പഴയ മനുഷ്യന്റെ മരണം, പുതിയ മനുഷ്യന്റെ ജനനം. അപ്പൊ അതുകൊണ്ട് കല്ലറയുമാണ് ഗർഭപാത്രവുമാണ്. ഇത് സംഭവിക്കാതെ ഇത് ചെയ്യുന്നതിന് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ രക്ഷിക്കപ്പെടുക, ഇതെന്തുപദേശമാണ്? ആരേത് പഠിപ്പിച്ചത്? അപ്പോസ്തലന്മാർ പഠിപ്പിച്ചോടെ? അതിന് എവിടെയെങ്കിലും എന്തെങ്കിലും തെളിവുണ്ടോ? അപ്പോസ്തലൻ പൗലോസ് യേശുവിനെ കണ്ടു, അവന്റെ വാക്ക് കേട്ട്, അവന്റെ സ്വരം കേട്ട്, അവൻ കണ്ണു കാണാതെ ഇരുന്നു, 3 ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് താൻ ചെയ്തു പോയ തെറ്റുകളെല്ലാം വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞ ഇരിക്കുന്ന പൗലോസിനെ അനന്യാസ് വന്നിട്ട് പറയാൻ, ഇനി താമസിക്കുന്നുണ്ട്, അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകികളയാണ്. ഇന്ന് പലർക്കും സംഭവിക്കുന്ന കാര്യങ്ങളെക്കാൾ ഉപരിയായി സംഭവിച്ച ഒരാളാണ് പൗലോസിന്റെ ജീവിതം. പൗലോസിന് യേശുവിനെ കാണാൻ പറ്റിയത്, അവന്റെ വെളിച്ചം കണ്ടതാണ്, കണ്ണ് കാണാതെ പോയി. യേശുവിന്റെ ആ വാക്ക് കേട്ട്, നീ എന്തിനാ എന്നെ ഉപദ്രവിക്കുന്ന സൗലേ? അപ്പോസ്തലർ 10:22 അധ്യായത്തിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോസ്തലർ 10:22-16 അവസാനം അനന്യാസ് പറഞ്ഞത്, ഇനി നീ താമസിക്കുന്നത്, എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനം. അതായത് അവനെ ഏറ്റുപറഞ്ഞു. അവനോട് വിശ്വസിക്കാൻ പറയുന്നില്ല, കാരണം പൗലോസ് വിശ്വസിച്ചു കഴിഞ്ഞു. മാനസാന്തരപ്പെടാൻ പറയുന്നില്ല, കാരണം അവൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞു. അവന്റെ ജീവിതത്തിൽ ഇനി ആവശ്യമായിരിക്കും. അവൻ ഏറ്റുപറഞ്ഞു, കാരണം അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചു. അതായത് അവനെ ഏറ്റുപറഞ്ഞ് സ്നാനമേറ്റ് നിന്റെ പാവങ്ങളെ കഴുകിക്കളയുക. അതാണ് ഇനി അവൻ ചെയ്യാനുള്ളത്. പാപങ്ങളെ കഴുകിക്കളയാൻ സ്നാനമേൽക്കണം. അപ്പൊ പൗലോസിന് പോലും പാപങ്ങളെ കഴുകിക്കളഞ്ഞത് സ്നാനത്തിലൂടെയാണെങ്കിൽ, സ്നാനത്തിന് മുമ്പ് എങ്ങനെ ഒരാൾക്ക് പാപമോചനം കിട്ടണം? എങ്ങനെ രക്ഷിക്കപ്പെടുന്നത്? അത് പൗലോസ് പഠിപ്പിച്ചിട്ടില്ല, അപ്പോസ്തലന്മാർ ആരും പഠിപ്പിച്ചിട്ടില്ല, കർത്താവ് കൽപ്പിച്ചിട്ടില്ല. കർത്താവ് കൽപ്പിച്ചത് വിശ്വസിക്കുക, സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്നാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഏത് ഉപദേശത്തിന്റെ കീഴിലാണെന്ന് വ്യക്തമായിട്ട് ചിന്തിക്കണം. രക്ഷിക്കപ്പെട്ടത് സ്നാനപ്പെടുന്ന രീതി, അത് ശരിക്കും പറഞ്ഞാൽ അനവധി ആൾക്കാർ അനവധി തരത്തിലാണ് പഠിക്കുന്നത്. ബാപ്റ്റിസോയ്ക്ക് പകരം റാൻഡിസോ ചെയ്യുന്നുണ്ട്. ബാപ്റ്റിസോ എന്ന് പറഞ്ഞാൽ മുഴുക്കുക, അടക്കുക, നിമജ്ജനം ചെയ്യുക എന്നുള്ളതാണ്. റാൻഡിസോ എന്ന് പറഞ്ഞാൽ തളിക്കുക എന്നുള്ളതാണ്. കിയോ എന്ന് പറഞ്ഞാൽ ഒഴിക്കുക എന്നുള്ളതാണ്. ഇതെല്ലാം ഗ്രീക്ക് വേർഡാണ്. റാൻഡിസോ, കിയോ, ബാപ്റ്റിസോ. യേശു പഠിപ്പിച്ചെന്താ? ബാപ്റ്റിസോ. ഇതിന് പകരം, യേശു പഠിപ്പിച്ചതിന് പകരം വെക്കാനുള്ളതല്ല ഒഴിക്കല്, തളിക്കല്. നമ്മുടെ ജീവിതമാണ്. നമ്മുടെ ജീവിതത്തെ കൊണ്ട് പന്താടാൻ വേറൊരാളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കാൻ പാടില്ല. നമ്മുടെ ആത്മാവ് നരകത്തിൽ പോകുന്നത് ആരുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്? വേറൊരാളുടെ കയ്യിലേക്ക് നമ്മുടെ ആത്മാവിനെ, നമ്മുടെ ജീവിതം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നരകത്തിൽ പോയാൽ അയാൾ ഉത്തരവാദിയാവുമോ? ഒരിക്കലുമില്ല. കാരണം 2 കൊരിന്ത്യർ 5:10 പറയുന്ന പോലെ, അവനവൻ തന്റെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കാൻ ക്രിസ്തുവിന്റെ ന്യായസനത്തിന് മുമ്പായി നമ്മൾ വെളിപ്പെടേണ്ടത് ആവശ്യമാണ്. ഒരു ദിവസം വരാമോണ് അവന്റെ മുമ്പിൽ നിൽക്കാൻ. അപ്പൊ അതുകൊണ്ട് നമ്മൾ കടന്നുകൊണ്ട കാര്യം. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഇതെല്ലാം വ്യക്തമായി തിരിച്ചറിയേണ്ടവരാണ്. വീണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇന്ന്
എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. ലോകത്തിൽ അമേരിക്കയിൽ, ആഫ്രിക്കയിൽ, ചൈനയിൽ, ജപ്പാനിൽ, ഫ്രാൻസിൽ, ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഭാഷകളുണ്ട്. ഭാഷകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എല്ലാം തെളിവായ വ്യക്തമായ ഭാഷ. തമിഴായാലും തെലുങ്കായാലും ഇംഗ്ലീഷായാലും ജപ്പാനീസ് ആയാലും അല്ലെങ്കിൽ ഫ്രാൻസിലെ ഭാഷയായാലും ഫ്രഞ്ച് ഭാഷ, ഏത് ഭാഷയായാലും ചൈനയായാലും ഭാഷകളാണ്. ആ ഭാഷ സംസാരിക്കുമ്പോൾ ആ ഭാഷ അറിയാവുന്നവർക്ക് എന്ത് ചെയ്യാം? മനസ്സിലാകാം. അവർക്ക് ബ്ലാബ്ലാന്നാണ് തിരിച്ചറിയാണ്. പക്ഷേ ഇന്ന് അന്യഭാഷ സംസാരിക്കുന്നവൻ ബ്ലാ 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 പറയും. ആർക്കും മനസ്സിലാവും? ചൈനക്കാരനും മനസ്സിലാവില്ല, ജപ്പാനീസിനും മനസ്സിലാവില്ല, പാകിസ്ഥാനുകാർക്കും മനസ്സിലാവില്ല, ആർക്കും മനസ്സിലാവില്ല. ബ്ലാ ബ്ലാ ബ്ലാ. അപ്പം ഏത് ഭാഷ സംസാരിക്കണമെന്നാണ് ദൈവം പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവ് കൊടുത്തത് ഏതാണ്? എന്തിനാ കൊടുത്തത്? ഇവര് ഈ ലോകം മുഴുവനും സുവിശേഷം അറിയിക്കാൻ പോകേണ്ട ആൾക്കാർക്ക് ആ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ വചനം എല്ലായിടത്തും എത്തിക്കാൻ, എല്ലാ ഭാഷക്കാരുടെ ഇടയിലും എത്തിക്കാൻ എളുപ്പവഴി എന്താ? അവര് ഒരു 6 മാസം പോയി ഭാഷ പഠിച്ച് ഹിന്ദി പഠിക്കണം, തെലുങ്ക് പഠിക്കണം, കന്നഡ പഠിക്കണം, മലയാളം പഠിക്കണം. ഇത്രയൊക്കെ ഓരോ ഭാഷ ഓരോ സ്ഥലത്ത് ഓരോ ഇത്ര മാസം വെച്ച് പഠിച്ചിട്ട് അവരുടെ അടുത്ത് പോയി പഠിപ്പിക്കാൻ നേരമുണ്ട് അവർക്ക്? ഇല്ല. അപ്പോൾ അത്ഭുതകരമായി ദൈവം കൊടുത്തു അന്യഭാഷ. ഓരോരുത്തരോടും സുവിശേഷം അറിയിക്കാൻ. എന്തിനാണ്? സുവിശേഷം അറിയിക്കാൻ. അന്ന് എഴുതപ്പെട്ട നിയമമൊന്നുമില്ല, വചനമില്ല, പുതിയ നിയമം എഴുതപ്പെട്ടിട്ടില്ല. ആ സമയത്ത് അവർക്ക് എന്ത് കൊടുക്കണം? സ്പീഡിൽ പോകണം, കാര്യങ്ങൾ സ്പീഡിൽ കൊടുക്കണം. അതിന് ദൈവം എന്ത് ചെയ്തു? അന്യഭാഷ കൊടുത്തു. ഇവിടെ പിന്നെ നമുക്ക് പൗലോസ് തന്നെ പറയുന്നുണ്ട്, 1 കൊരിന്ത്യർ 12:29 മുതൽ 31 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഇല്ലെങ്കിൽ 1 കൊരിന്ത്യർ 14 അധ്യായം 7 മുതൽ 10 വരെ ഒന്ന് വായിക്കാതെ. 14:7 മുതൽ 10 വരെ. കുഴൽ, വീണ എന്നിങ്ങനെ നാദം കൊടുക്കുന്ന നിർജീവ സാധനങ്ങൾ തന്നെയും നാദാഭേദം കാണിക്കാഞ്ഞാൽ ഊതിയതോ മീട്ടിയതോ എന്തെന്ന് എങ്ങനെ അറിയും? കാഹളം തെളിവില്ലാതെ നാദം കൊടുത്താൽ പടയ്ക്ക് ആവുരിഞ്ഞു. അതുപോലെ നിങ്ങളും നാവ് കൊണ്ട് തെളിവായ വാക്ക് ഉച്ചരിക്കാഞ്ഞാൽ സംസാരിക്കുന്നത് എന്തെന്ന് എങ്ങനെ അറിയും? നിങ്ങൾ കാറ്റിനോട് സംസാരിക്കുന്നവർ ആകുമല്ലോ. അപ്പൊ നമ്മള് ഒരു ഗിറ്റാർ ആണെങ്കിൽ പോലും ഇതിന് നല്ലവണ്ണം അതിൻ്റെതായ രീതിയിൽ ട്യൂൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിങ്ങനെ അത് ട്യൂൺ ചെയ്ത് അതിന്റെ കറക്റ്റ് ആ ഇതിൽ വരുമ്പോൾ അതിന്റെ കോഡുകളൊക്കെ കറക്റ്റ് ആയിരിക്കും. ഇപ്പൊ C, F, G7 നമ്മൾ ഏത് പാട്ട് പാടുമ്പോഴും മനോഹരമായിരിക്കും. അപ്പൊ ഇത് നാദാഭേദം കാണിക്കാൻ ഇപ്പൊ ഇത് ഞാൻ ലൂസാക്കി വിട്ടേ എങ്ങനെ ഇരിക്കും? ഇത് കമ്പികളെല്ലാം അയച്ചു വിട്ടു പലതരത്തിലാണ്, എങ്ങനെയിരിക്കും? അപ്പൊ പൗലോസ് പറയാണ് വീണ എന്തായാലും അതിന്റെ നാദാഭേദം കാണിക്കാഞ്ഞാൽ. അതുപോലെ കുഴലി, ട്രംപറ്റ് ഊതുമ്പോൾ പടക്കൊരുങ്ങാനുള്ളതാണ്, പടയിൽ നിന്ന് തിരിച്ചു വരാനുള്ളതാണ്. അതിന് വ്യക്തമായ സിഗ്നൽ കൊടുക്കുന്ന ട്രംപറ്റ്, അതിന് ബീഗിളൊക്കെ വിളിക്കുമ്പോൾ അതിന് സിഗ്നലാണ് കൊടുക്കുന്നത്. പോലീസിൻ്റെ അതിൽ പീനൽ കോഡുണ്ട്, അല്ലെങ്കിൽ സ്കൗട്ടിൽ നേവില് പീനൽ കോഡെന്ന് പറഞ്ഞിട്ട് അവർ ചിലപ്പോൾ ഇങ്ങനെ വിളിക്കും, നീട്ടി വിളിക്കും, ചിലപ്പോൾ ഷോർട്ടായിട്ട് വിളിക്കും, ചിലപ്പോൾ ഒരു ഷോർട്ട് ഒരു നീട്ടി വിളിക്കും. അങ്ങനെ പല പല കോഡുകളാണ്. അതനുസരിച്ച് അത് ഓരോ സൈനാണ്. അകന്നു പോകുമെന്ന് പറഞ്ഞിട്ടാണ് ചില സൈൻ. അടുത്തു പോവാ എന്നുള്ളതാണ് ചില സൈൻ. ചിലത് പോകുക, വീണ്ടും ദൂരെ പോകുക. ചില ലീഡേഴ്സ് മാത്രം അടുത്ത് വരിക. ഇതിനൊക്കെ ഓരോ പ്രത്യേക കോഡുകളാണ്. അപ്പം നാദാഭേദം കാണിക്കാഞ്ഞാൽ ആർക്കും മനസ്സിലാവും? അപ്പോൾ ആർക്കും മനസ്സിലാവില്ല. പൗലോസ് പറയുന്നത്. അപ്പം അതുപോലെ താഴേക്ക് പറയുന്നുണ്ട്, ലോകത്തിൽ വിവിധ ഭാഷകളുണ്ട്, അനവധിയുണ്ട്. അവയിലൊന്നും തെളിവില്ലാത്തതല്ല. ഞാൻ ഭാഷ അറിയാഞ്ഞാൽ സംസാരിക്കുന്നവന് ഞാൻ ബർബരനായിരിക്കും, സംസാരിക്കുന്നവൻ എനിക്കും ബർബരനായിരിക്കും. അപ്പോൾ ഭാഷ അറിയാഞ്ഞാൽ ഇപ്പോൾ ആശയവിനിമയം നടക്കില്ലെന്നാണ് പറഞ്ഞത്. ഒരു ഭാഷ എന്തിനാ? ഇപ്പം ഇവിടെ ഒരു ഫ്രഞ്ചുകാരനാണ് ഇരിക്കണമെങ്കിൽ ഞാൻ മലയാളം സംസാരിച്ചാൽ അയാൾക്ക് മനസ്സിലാവില്ല. അപ്പം അതുകൊണ്ട് അയാൾക്കും കൂടി മനസ്സിലാകണമെങ്കിൽ എന്ത് വേണം? ഫ്രഞ്ചിൽ സംസാരിക്കണം. പക്ഷെ എനിക്ക് ഭാഷ അറിയില്ല. അപ്പം ദൈവം എന്ത് ചെയ്യുന്നു? അവനോട് ഫ്രഞ്ചും കൂടി സംസാരിക്കാനായിട്ടുള്ള ഭാഷ കൊടുക്കുന്നു. ഇതാണ് അന്യഭാഷ. ഇതാണ് അവിടെ നടക്കുന്നത്. ഇത് നടന്നില്ലെങ്കിൽ പിന്നെ എന്താ? അപ്പം അതിനെക്കുറിച്ചാണ് വ്യക്തമായ കാര്യങ്ങൾ കൊടുക്കുന്നത്. 1 കൊരിന്ത്യർ 12:29-31 ഒരു വാക്യങ്ങൾ വായിച്ചാലോ?
എല്ലാവരും അപ്പോസ്തലന്മാരോ, എല്ലാവരും പ്രവാചകന്മാരോ, എല്ലാവരും ഉപദേഷ്ടാക്കന്മാരോ, എല്ലാവരും വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവരോ, എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരമുണ്ടോ, എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവോ, എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ, ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിപ്പിക്കുന്നു. ഓക്കെ, ഇനി എന്നോട് ഒന്നുകൂടി വായിക്കണം. ഒന്നേഷ് വായിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും മറുപടി പറയണം. ഞാൻ പറയണില്ല എന്ത് മറുപടിയാണ് നിങ്ങൾ പറയണത് എന്നുള്ളത്. ഇത് കേട്ടതിന്റെ വിളിച്ചത് വ്യക്തമായി കേട്ടിട്ട് നിങ്ങൾ പറയണം. എന്നോട് ഒന്നും കൂടി നിർത്തി നിർത്തി വായിക്കണം. എല്ലാവരും അപ്പോസ്തലന്മാരോ? അതാ അല്ല ഉത്തരം പറയാലും അല്ല ഒന്നും കൂടി വായിക്കാം. എല്ലാവരും അപ്പോസ്തലന്മാരോ? അല്ല അല്ല എല്ലാവരും പ്രവാചകന്മാരോ? അല്ല അല്ല എല്ലാവരും ഉപദേഷ്ടാക്കന്മാരോ? അല്ല എന്താ എല്ലാവരും മിണ്ടാതിരിക്കണേ? അതെ, എല്ലാവരും വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ടോ? ക്ലാരിറ്റി ഉണ്ടോ? ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഉത്തരം പറ. ഒന്നുകൂടി വായിക്കാം. എല്ലാവരും അപ്പോസ്തലന്മാർ. എല്ലാവരും അപ്പോസ്തലന്മാരോ? എല്ലാവരും പ്രവാചകന്മാരോ? എല്ലാവരും ഉപദേഷ്ടാക്കന്മാരോ? എല്ലാവരും വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവരോ? എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരമുണ്ടോ? എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവോ? എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ? ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ അപ്പോസ്തലന്മാരുള്ള കാലത്ത് പോലും അന്യഭാഷ എല്ലാവരും സംസാരിച്ചിട്ടുണ്ടോ? പക്ഷെ ഇന്ന് പറയണത് എന്താണെന്നറിയാമോ? ഇന്ന് അന്യഭാഷ സംസാരിക്കാത്തവന് ആത്മാവില്ല. അപ്പൊ പക്വതയുള്ള ഉപദേശമാണത് അല്ല. അപ്പോസ്തലന്മാർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും എല്ലാവർക്കും അന്യഭാഷയില്ല. അന്യഭാഷയുടെ ഒരു ഉപയോഗമുണ്ട്, അതിന് വേണ്ടിയിട്ട് ഉള്ളതാണത്. എല്ലാവർക്കും ബ്ലാബ്ലാ പറയാനുള്ളതല്ലത്. ഇന്ന് പക്ഷെ അന്യഭാഷയല്ല പറയണത്, ബ്ലാബ്ലാ. അപ്പൊ മാത്രമല്ല, 1 Corinthians 13:8 വായിച്ചു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നു പോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അപ്പൊ ഭാഷാപരമോ നീങ്ങിപ്പോവും, നിന്നുപോകും, പ്രവചനപരം നീങ്ങിപ്പോകും. കാരണം ആ അത്ഭുതകരമായി നടക്കേണ്ട ഒരു കാര്യം നിന്നു പോകുന്നത് എപ്പോഴാണ്? പൂർണ്ണതയുള്ള ദൈവത്തിന്റെ വചനം വന്നപ്പോൾ എഴുതപ്പെട്ട് കഴിഞ്ഞു. ഇനി ഇതിനോട് കൂട്ടാനോ കുറക്കാനോ പാടില്ല. 100% ദൈവത്തിന്റെ വചനം നമുക്ക് ദൈവത്തിന്റെ 100% വെളിപ്പെട്ട് കിട്ടി. ദൈവത്തിന്റെ 100% ഉള്ള വെളിപ്പാടാണത് ദൈവത്തിന്റെ വചനം. അത് തന്നു കഴിഞ്ഞപ്പോൾ എന്തിന്റെ ആവശ്യമില്ല. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? സത്യം അറിയാൻ വായിച്ചാൽ മതി. അത്ഭുതകരമായിട്ട് നമുക്ക് കിട്ടേണ്ട ആവശ്യം ഒന്നുമില്ല. പുതിയ നിയമം മുഴുവനും എഴുതപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് ഇനി കിട്ടേണ്ട ഇനി സ്വപ്നം കാണേണ്ട ആവശ്യമില്ല, ഇനി ഒരു ഫീലിങ്സിന്റെ ആവശ്യമില്ല, ഒന്നുമല്ല. നമ്മൾ സത്യം അനുസരിച്ച് മുമ്പോട്ട് പോകാം. എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കുന്ന നാളിൽ ന്യായം വിധിക്കും. അത് സ്വപ്നത്തെക്കുറിച്ചൊന്നും അല്ല ഈ കഥ പറയുന്നത്. സ്വപ്നമോ ഇല്ല പുതിയ വെളിപ്പാടൊന്നും അല്ല ഇത് പറയുന്നത്. ദൈവത്തിൻ്റെ വചനം വചനം വചനം. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതെല്ലാമാണ് ദൈവം തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സത്യങ്ങളെല്ലാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമായിരുന്നു അവരെ സംബന്ധിച്ച്. ആ കാലഘട്ടങ്ങളിൽ അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കേട്ട് അതിൽ നടക്കണമായിരുന്നു. കാരണം എന്തും കൂടിയുണ്ട്, പ്രവചനമുണ്ടെന്ന്, അന്യഭാഷയുണ്ട്, പല കാര്യങ്ങളും അവിടെ കിട്ടിക്കൊണ്ടിരിക്കണേ. ആ കാലഘട്ടത്തിലാണ് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ന് സത്യത്തിൽ നിന്ന് വഴുതിപ്പോകുന്നു. കിട്ടുന്ന പരിജ്ഞാനം അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല. ദുരുപദേശകന്മാർ വന്ന് പഠിപ്പിക്കുമ്പോൾ അതിലേക്ക് ചായുന്നു. ന്യായപ്രമാണം പഠിപ്പിക്കുമ്പോൾ അതിലേക്ക് പോവുകയാണ്. പക്ഷേ 1 Corinthians 3:1, 2 വാക്യങ്ങളൊന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണാം. 1 Corinthians 3:1-2. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീയന്മാരോട് എന്ന പോലെയല്ല, ജഡികന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായിരിക്കുന്നവരോട് എന്ന പോലെ അത്രേ സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വർഷങ്ങൾ കഴിയുമ്പോഴും ഇതാണ് ഗതി. അപ്പോസ്തലന്മാർ പഠിപ്പിക്കുമ്പോഴും ഇതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കണം, എന്താണ് അവർ പഠിപ്പിക്കുമ്പോൾ അവർ ആഗ്രഹിക്കുന്നത് എന്താണ്? ശരിക്കും അപ്പോസ്തലന്മാർ പഠിപ്പിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അവരാഗ്രഹിക്കുന്നത് എന്താണ്? ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? എല്ലാവരും എവിടേക്ക് വരണം? ആരംഭിക്കുന്നു വളരുന്ന ഘട്ടം പൂർണ്ണത. എവിടെ എത്തണം ദൈവം ആഗ്രഹിക്കുന്നത്? പൂർണ്ണത. ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ആഗ്രഹിക്കും. ഇതിലേക്കാണ് വരേണ്ടത്. പൂർണ്ണതയിലേക്ക് എത്തേണ്ടതാണ്. പക്ഷെ പിന്നെയും കിടക്കുകയാണ് പാലും കുടിച്ചുകൊണ്ട്. നമുക്ക് അധ്വാനം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വളരാൻ പറ്റുള്ളൂ, പൂർണ്ണതയിലെത്താൻ പറ്റുള്ളൂ. നമ്മൾ അധ്വാനിക്കണം. ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കണം, പഠിപ്പിക്കണം, പങ്കുവെക്കണം, ജീവിക്കണം. അങ്ങനെ വളർച്ച പ്രാപിക്കണം.
അത് സംഭവിച്ചില്ലെങ്കിൽ വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ട് അപ്പോസ്തലനായ പൗലോസ് നിരാശയോടുകൂടി പറയണ പോലെയാണ്. സഹോദരന്മാരെ, എന്താ ഒന്നുകൂടി വായിച്ച ബ്രദർ? എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീയന്മാരോട് എന്ന പോലെ ആത്മീയന്മാരോട് എന്ന പോലെയല്ല, കണ്ടോ, ജഡീകന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായിരിക്കുന്നവരോട് പറയുന്ന പോലെ സംസാരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് ഭക്ഷണമല്ല പാലത്രേ നിങ്ങൾക്ക് ഇപ്പോഴും ആവശ്യം. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല എന്ന് പറയും. ഇന്നും നിങ്ങൾ ജഡികന്മാരല്ലോ. ഇന്നും ജഡികന്മാരാണ്. അപ്പൊ ഭക്ഷണമല്ല, പാലാണ് ഇനി. അതുകൊണ്ട് നമ്മൾ എബ്രായ ലേഖനം ഇവിടെ ഈ ഭാഗം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമാണ്. എബ്രായ ലേഖനം 5:12-13 പറയണ എന്താണ്? പാല് കുടിക്കുന്നവൻ നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനാണ്, അവൻ ശിശുവല്ലോ എന്ന് പറയും. എബ്രായ ലേഖനം 5:14 പറയുന്ന കട്ടിയാൽ ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യാസം പ്രാപിച്ച ഇന്ദ്രിയങ്ങൾക്കുള്ളവരായി, ഇല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ എന്ന് പറയാം. അപ്പൊ അത് ഭൗതികമായ ഒരു പ്രായമല്ല, ആത്മീയമായി വചനം പഠിക്കുന്ന ഒരു. അപ്പൊ ചിലപ്പോൾ ആ ഒരു വ്യക്തി 2 വർഷം കൊണ്ട് എന്താവും? നല്ല മെച്ചൂരാകും. ചിലപ്പോൾ 1 വർഷം കൊണ്ട് മെച്ചൂരാകും. 10 വർഷം, 15 വർഷം, 20 വർഷം കഴിഞ്ഞാലും എന്താവൂല, ചിലവര് മെച്ചൂരാവൂല. അതിനെ ശാസിക്കുകയാണ്, അതിനെ മുന്നറിയിക്കുകയാണ്, വാണിംഗ് ആണ്. ഇതെല്ലാം ഗുരുതരമായ നമ്മുടെ ആ ജീവിതത്തിൽ നമുക്ക് തെറ്റ് പറ്റരുത്, വീഴ്ച പറ്റരുത്. നമ്മൾ ഇത്ര ഓടിയിട്ടും എന്ത് കിട്ടാതെ പോകരുത്. നേരത്തെ എബ്രായ ലേഖനത്തിൽ നമ്മൾ 4-ാം അധ്യായത്തിലും അതിന് മുമ്പൊക്കെ നമ്മൾ വായിച്ച പോലെ എന്ത് സംഭവിക്കും? അവസാനം നിങ്ങൾക്കത് കിട്ടാതെ പോകരുത്. വാണിംഗ് ആണ്, മുന്നറിയിപ്പാണ്. അതുകൊണ്ട് നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ ഓർപ്പിച്ച പോലെ കൃപയിലും നമ്മുടെ കർത്താവിന്റെ ഇഷ്ടമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരും. ദൈവം നമ്മളെല്ലാവരും സഹായിക്കട്ടെ. കേട്ട എല്ലാവർക്കും ദൈവത്തിന് നന്ദി കൃത്യമായിട്ട് ഓർപ്പിക്കാം. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായൊരു സമയം അങ്ങയുടെ വചനത്തിൽ നിന്ന് പഠിക്കുവാൻ ഞങ്ങൾക്ക് നൽകി. ദൈവമേ, ദീർഘക്ഷമയോടെ ദൈവം ഞങ്ങളെ കരുതുന്നു, സ്നേഹിക്കുന്നു, വളരെ കാരുണ്യം ഞങ്ങളോട് കാണിക്കുന്നു. ഞങ്ങൾ കർത്താവിൽ വളരുവാൻ, ഞങ്ങളെ ഒരു വിത്ത് നട്ട് മുളപ്പിക്കുന്ന പോലെ കർത്താവ് വീണ്ടും ജനിക്കുവാൻ ഞങ്ങൾക്കൊരു അവസരം നൽകി. കർത്താവിനോട് ചേരുവാൻ സ്നാനമേറ്റ് ഞങ്ങളുടെ പാപങ്ങളെ കഴുകിക്കളയുവാൻ അവസരം നൽകി. അതിലൂടെ കർത്താവെ ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകി. വീണ്ടും ജനിച്ച് പുത്രന്മാരും പുത്രിമാരുമാണ് ഞങ്ങളിന്ന് ദൈവമാക്കിയിരിക്കുന്നത്. അങ്ങേക്ക് സൗരഭ്യവാസനയായ ആ ധൂപവർഗം ഞങ്ങൾ അർപ്പിക്കേണ്ടതിന് ദൈവമേ, ഞങ്ങളെ അവിടുന്ന് രാജകീയ പുരോഹിത വർഗമാക്കി മാറ്റി. ഞങ്ങളുടെ രാജ്യത്തിൽ ഞങ്ങളാക്കി വെച്ചിരിക്കുന്നു. കർത്താവിൻ്റെ ഭവനക്കാരാക്കി ഞങ്ങളെ മാറ്റിയിരിക്കുന്നു. ഞങ്ങളുടെ ശരീരം ഇന്ന് ദൈവത്തിൻ്റെ ആ മന്ദിരമാണ്. ദൈവം ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. ദൈവമേ, സൗരഭ്യവാസന വഴിപാട് യാഗം അർപ്പിച്ചുകൊണ്ട് ഓരോ ദിവസവും ഞങ്ങളെ തന്നെ ജീവന വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ മുമ്പിൽ ജീവിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദം പൂർണ്ണതയുമുള്ള ദൈവത്തെ തിരിച്ചറിയാൻ ഞങ്ങൾ സഹായിക്കുന്നു. ഞങ്ങളെ തന്നെ അർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവത്തിന് ഹിതമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ക്രിസ്തുയേശുവിൽ ഞങ്ങൾക്ക് നൽകിയ വിടുതൽ ഇന്ന് ഞങ്ങൾ ജയോത്സവമായി ദൈവം നടത്തുന്നു. അതിൽ ഞങ്ങൾ കൂടുതൽ ദൈവത്തെ ആസ്വദിച്ചുകൊണ്ട് മുമ്പോട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളിലും ഞങ്ങൾ അങ്ങയിലും വസിച്ചുകൊണ്ട് അവസാനം വരെ നല്ല ഓട്ടം ഓടുവാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഭാര്യ, മക്കൾ, ഞങ്ങൾക്ക് നൽകിയ ഓരോ ജീവിതങ്ങളും എല്ലാത്തിനും നന്ദി ദൈവമേ. ക്രിസ്തുവിൽ ഞങ്ങളെ നിങ്ങളുടെ മക്കളാക്കിയിരിക്കുന്ന സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കണമേ. നിങ്ങളുടെ പ്രിയപുത്രനായ കർത്താവായ യേശു മാത്രം സർവ്വം ഞങ്ങൾ അർപ്പിക്കുന്ന കൃപയുടെ കേൾക്കുന്ന പിതാവ്. താങ്ക് യു.